അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവത്തിന്റെ ചിന്തയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം. അതിന് അവൻ നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതിയും ആക്കിയതാർ. മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെ കൊല്ലുവാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അപ്പോൾ കാര്യം പ്രസിദ്ധമായല്ലോ എന്ന് മോശ കണ്ട്. അല്ലയ്യ, മോശ പറഞ്ഞ് പേടിച്ചു എന്നുള്ളതാണ്. അല്ലേരിയ, നമ്മുടെ ചിന്തിക്കുന്ന വചനം ഇത്രയേ ഉള്ളൂ. അല്ലേരിയ, നിന്നെ ഞങ്ങൾക്ക് പ്രഭു ന്യായാധിപതിയും ആക്കിയതാർ എന്നുള്ളതാണ്. അല്ലേരിയ. അപ്പം പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രയീമൻ അടിക്കുന്നത് കണ്ട് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ മിസ്രയീമിനെ അടിച്ചു കൊന്ന് മണലിൽ മറവ് ചെയ്തു. അവർ വായിക്കുന്നുണ്ട്. അല്ലേലൂയ. പിറ്റേ ദിവസവും അവൻ ചെന്നപ്പോൾ 2 എബ്രായ പുരുഷന്മാർ തമ്മിൽ ശണ്ടയിടുന്നത് കണ്ട്, അല്ലേലൂയ, അന്യായം ചെയ്തവനോട് നിന്റെ കൂട്ടുകാരനെ അടിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. അതിന് ആ എബ്രായൻ മോശയോട് ചോദിച്ച ഭാഗമാണ് നിന്നെ ഞങ്ങൾക്ക് പ്രഭു ന്യായാധിപതിയാക്കിയത്. 400 വർഷം ഇസ്രായേലിന്റെ അടിമത്തത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനം കഷ്ടതയിലാണ് കിടക്കുന്ന നമുക്കറിയാം. ഫറവോന്റെ ഉപദ്രവം പീഡനത്തിലുമാണ്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ മോശ എന്ന് പറയുന്ന ആ എബ്രായ കുട്ടി ഫറവോന്റെ രാജ്യത്ത് മിസ്രയീമില് ഫറവോന്റെ പുത്രിയുടെ മകനായിട്ട് ആ കൊട്ടാരത്തിൽ വളരുകയാണ്. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിന്റെ കാലഘട്ടം ഏകദേശം അടുത്തപ്പോൾ എന്ത് ചെയ്തു? മോശയെ അവിടുന്ന് ഇറക്കുക എന്നുള്ളത് ദൈവിക പദ്ധതിയാണ്. കാരണം ആ കൊട്ടാരം വിടണം. അങ്ങനെ മോശ ആ കൊട്ടാരം വിടുവാൻ ഉള്ള സമയമൊക്കെ ദൈവത്തിന്റെ നമ്മൾ ചിന്തിക്കണം. ആ സമയത്താണ് മോശ തന്റെ സഹോദരന്മാരുടെ വേലയൊക്കെ കാണാൻ വേണ്ടി വരുമ്പോൾ ഒരു ഇബ്രാഹിം മിസ്രൈമിനും തമ്മിൽ വഴക്കുണ്ടാക്കുന്നത് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആരുമില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ആ മിസ്രൈമിനെ അടിച്ചു മണലിൽ മറവ് ചെയ്തു. പിറ്റേ ദിവസവും അതുപോലെ തന്നെ ഈ മോശം തന്റെ സഹോദരന്മാരെ കാണാൻ വേണ്ടി 2 എബ്രാഹിന്മാർ തമ്മിൽ അടിയുണ്ടാക്കുന്നത്. അപ്പൊ മോശ പറഞ്ഞത്, നിങ്ങൾ സഹോദരന്മാരാണ്, നിങ്ങൾ അടിയുണ്ടാക്കിയത്. പക്ഷേ എബ്രാഹിന്മാരായിരിക്കുന്ന അവർക്ക് മനസ്സിലായില്ല. അവരോർത്ത് തലേ ദിവസം മിസ്രൈമിനെ അടിച്ചു കൊന്നതുപോലെ ഞങ്ങളെ അടിച്ചു കൊല്ലാൻ വന്നതാണോ എന്ന് ചോദിച്ചു മോശയ്ക്ക് നേരെ അവരെ തിരികെ. അപ്പോൾ അത് മോശയ്ക്ക് ഭയമായി. അങ്ങനെയാണ് മോശ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു പോരുകയാണ്. അല്ലേ? അപ്പം ദൈവത്തിനെല്ലാം മുൻ പദ്ധതികളാണെന്ന് ചിന്തിക്കണം. ഞാനത് പ്രാരംഭത്തിൽ നമ്മൾ പറയും, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരുപാട് പദ്ധതികളുണ്ട്. നമ്മളിലൂടെ എന്തെങ്കിലും ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം മുന്നമേ അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അതിനുവേണ്ടി നമ്മെ നടത്തിക്കൊണ്ടിരിക്കും. ലേവിയ. അങ്ങനെ മോശയുടെ 40-ാമത്തെ വയസ്സിൽ മോശ എന്ത് ചെയ്തു? മിസ്രയീം വിട്ട് പുറപ്പെടേണ്ടി വന്നു. പ്രൈസലോ. അതാണ് നമ്മൾ പുറപ്പാട് പുസ്തകം 2-ന്റെ 11 തൊട്ട് 22 വാക്യങ്ങൾ വായിച്ച് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ 40 വർഷം മിസ്രയീമിലെ രാജകൊട്ടാരത്തിൽ വസിച്ചുകൊണ്ട് മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായിരുന്നു എന്ന നമ്മൾ അല്ലേലൂയ മോശയെ കുറിച്ച് പൗലോസും അല്ലേലൂയ സ്തോത്രം പത്രോസ് അടക്കമുള്ള അല്ലേലൂയ അല്ലെങ്കിൽ പുതിയ നിയമ വിശുദ്ധന്മാർ അടക്കമുള്ളവർ നിരവധി തവണ പറയുകയും കേൾക്കുകയും പ്രസംഗിക്കുകയും ഇന്നും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കണക്ക് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തി 7-22 രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അല്ലേലൂയ. തന്റെ സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കളെ മിസ്രയീമിന്റെ അടിമത്തത്തിൽ വിടിവിക്കാമെന്ന് വിചാരിച്ചു. ഒരു മിസ്രയീമിനെ അടിച്ചു കൊന്ന് മിസ്രയീമിലെ ഒരു രാജകുമാരൻ എന്ന നിലയിൽ തന്റെ കഴിവും ശക്തി ഉപയോഗിച്ച് ഇസ്രായേൽ മക്കൾക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാമെന്നാണ് മോശ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയി. പക്ഷെ മോശയുടെ നേതൃത്വത്തെ സ്വന്തം സഹോദരന്മാർ തന്നെ നിരസിക്കുകയും അവനൊരു കൊലപാതകനായി മുറയിടുകയും ചെയ്തു. രാജാവ് അവനെ കൊല്ലുവാൻ അന്വേഷിക്കുകയും ചെയ്തപ്പോൾ മോശ മിസ്രയീം വിട്ട് മിദ്യാനിലേക്ക് പലായനം ചെയ്ത് അതോടൊപ്പം തനിക്ക് മിസ്രയീമിലുണ്ടായിരുന്ന സ്ഥിരമായ മാനങ്ങൾ അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ, തനിക്കുണ്ടായിരുന്ന പദവികൾ, രാജകീയ അധികാരം എല്ലാം നഷ്ടപ്പെടുത്തി
മോശ സ്വമേധയാൽ എന്ത് ചെയ്തു? മിസ്രയീം വിടേണ്ടി വന്നു. ഹല്ലേലൂയ. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഗമിക്കുമ്പോൾ നമുക്ക് മുമ്പുണ്ടായിരുന്ന പലതും നമ്മൾ വിടേണ്ടി വരും. യേശുവിനെ അനുഗമിക്കുക എന്ന് പറയുമ്പോൾ സകലതും വിട്ട് നമ്മൾ അനുഗമിക്കണം. അതുകൊണ്ട് തന്നെ യേശുവിനെ ഒരുത്തൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശെടുത്തന്നെ അനുഗമിക്കട്ടെ. മോശയ്ക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ആ ഇബ്രാഹിംമാർ രണ്ടുപേരും തമ്മിൽ അടിക്കുന്നത് കണ്ടിട്ട് വേണമെങ്കിൽ കണ്ണടച്ച് പോകാൻ പറ്റും, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ. പക്ഷെ മോശ അതിന് തയ്യാറാകാതെ അവരെ സ്വാധീനിപ്പിക്കാൻ നോക്കിയത് ആ മോശയ്ക്ക് വലിയ ആപത്തായെന്ന് വേണം പറയാൻ. എന്നാലും അത് ദൈവിക പദ്ധതിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിന്റെ പിന്നിൽ എന്ത് ചെയ്തു? മോശ മിസ്രയീം കൊട്ടാരം വിട്ടു, എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ച് മിദ്യാനി മരുഭൂമിയിൽ വന്ന് ഇത്രോവിന്റെ ആടുകളെ മേയിച്ച് 40 വർഷം മരുഭൂമിയിൽ മോശ ദൈവം അഭ്യസിപ്പിച്ചു. ഈ സമയത്ത് ഇത്രോവിന്റെ മകളെ വിവാഹം കഴിച്ചു, കുട്ടിയുണ്ടാകുന്നു. അങ്ങനെ മോശ ആടുകളെ മേയിച്ച് ഹോരേബോളം 40 വർഷം കൂടാ. അപ്പൊ 40 വർഷം മിസ്രൈമിയ കൊട്ടാരത്തിനും അടുത്ത 40 വർഷം മിദ്യാനി മരുഭൂമിയിലും വെച്ച് മോശെ ദൈവം നന്നായിട്ട് ഒരു ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരികയാണ്. ഹല്ലേലൂയ. തന്റെ 80-ാമത്തെ വയസ്സിൽ വീണ്ടും മിസ്രൈമിലേക്ക് അയച്ച് മിസ്രൈമിൽ അടിമത്തത്തിൽ കിടക്കുന്ന ജനത്തെ പുറപ്പെടുവിക്കാൻ മോശ എന്ന് പറയുന്ന ശക്തനായ ഒരു നേതാവിനെ, ലീഡറിനെ ദൈവം വാർത്തെടുത്തെങ്കിൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ശ്രോതാവേ, നാം ദൈവത്തിന് ഒതുങ്ങിക്കൊടുത്താൽ, ദൈവത്തിനെ നമ്മെ സമർപ്പിച്ചു കൊടുത്താൽ, നമ്മൾ മുമ്പോട്ട് ചെയ്യേണ്ട കാര്യാദികൾ എന്താണെന്ന്, നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്താണ്, ദൈവിക പ്ലാൻ എന്താണെന്ന് ദൈവം നമ്മളോട് വെളിപ്പെടുത്തി സമയമായും പോകുമ്പോൾ മോശ ഉപയോഗിച്ചതുപോലെ ദൈവം നമ്മെ ഉപയോഗിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. അല്ലേ? ഒന്നും നമ്മൾ എടുത്തു ചാടി ചെയ്യരുത്, എല്ലാം ദൈവ ഇഷ്ടത്തിന് ചെയ്യണം. പല ആളുകളും പെട്ടെന്ന് പെട്ടെന്ന് വലിയവരാകാനാണ് ശ്രമിക്കുന്നത് എന്ന് പറഞ്ഞ് പെട്ടെന്ന് പൊട്ടിമുളച്ച് വരുന്ന കൂണിന്റെ കാര്യം പറഞ്ഞാൽ അതൊന്നും നിലനിൽക്കത്തില്ല. പക്ഷെ ദൈവിക കരത്തിന്റെ കീഴിൽ ദൈവം നമ്മെ അഭ്യസിപ്പിച്ച് ദൈവത്തിന്റെ ആലോചന അനുസരിച്ച് ദൈവ നിയോഗപ്രകാരമാണ് നമ്മളെല്ലാം ചെയ്യുന്നെങ്കിൽ അതൊരു പൂർത്തീകരണമുണ്ട്. അല്ലേ? അപ്പൊ മോശയെ ദൈവം ഉപയോഗിച്ച വഴികളെ നമ്മൾ ചിന്തിച്ചിരണം. അപ്പൊ മോശ ഓടിപ്പോയ പ്രദേശം സീനായി എലറിയ ഉപദ്വീപിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മിദ്യാനാണ്. അബ്രഹാമിന്റെ ഭാര്യയായ കെതൂറയിലുണ്ടായ സന്തതി പരമ്പരകളാണ് ഈ മിദ്യാന്യർ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. മിദ്യാനിയുടെ പുരോഹിതനായ ഇത്രോവിന്റെ മകളെ വിവാഹം ചെയ്ത മോശ ഏകദേശം 40 വർഷം അവിടെ താമസിക്കുകയും ഒരു ആട്ടിടയനായി അല്ലെങ്കിൽ സേവനം അനുഷ്ഠിക്കുകയും ചെയ്തു. നോക്കിക്കോണേ മോശയുടെ ജീവിതം. തന്റെ ജീവിതത്തിന്റെ ആരംഭം നൈൽ നദിയിൽ തന്നെ എടുത്ത് ഫറവോന്റെ പുത്രിയുടെ മകനായി വളർത്തിയ 40 വർഷം രാജകുമാരനാണ് മിസ്രൈമിൽ. ഹല്ലേലൂയ. ആ രാജകുമാരനായിരുന്ന അതേ മോശ എന്ത് ചെയ്തു? മിസ്രൈം വിട്ടുകഴിഞ്ഞപ്പോൾ ഒരു ആട്ടിടയനായി മാറി. ഉള്ളു പറഞ്ഞാൽ തരം താഴ്ത്തി എന്നൊക്കെ വേണോ പറയാൻ. പക്ഷെ നമുക്കങ്ങനെ തോന്നിയാലും തരം താഴ്ത്തതല്ല, ഒരാട്ടിട എന്ന് പറയുമ്പോൾ ഒരു ഇടയനന്റെ അനുഭവത്തിലേക്ക് മോശ ദൈവം കൊണ്ടുവരിക. കാരണം ഇത്രോവിന്റെ ആടുകളെ കൊടുത്തു പറയും. ഇത്ര ആടുകൾക്ക് പല സ്വഭാവമാണ്. പല സ്വഭാവത്തിലുള്ള ആടുകളെ മേയിച്ച് നടത്തി ആടുകളുടെ സ്വഭാവം എങ്ങനെയെന്ന് മോശ ദൈവം വ്യക്തമായി പഠിപ്പിച്ചിട്ടാണ് മിസ്രൈമിലേക്ക് അയക്കുന്നത്. കാരണം അവിടെ നിന്ന് പുറപ്പെടേണ്ട ജനം ഈ ആടുകളെ പോലെ വളരെ കുസൃതിയുള്ളതാണ്. അവരെ എങ്ങനെ നടത്തണമെന്ന് മോശയ്ക്ക് ദൈവം പഠിപ്പിച്ചു കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഒരു ആട്ടിടയനായി മോശവിന്റെ സേവനം അനുഷ്ഠിച്ചു. അക്കാലത്ത് മരുഭൂമിയിലെ ജീവിതത്തെ പറ്റിയും ഗോത്രവർഗങ്ങളുടെ അല്ലെങ്കിൽ ഭരണ സംവിധാനത്തെ പറ്റിയും മോശ അതും പഠിച്ചെടുത്തു. ഹല്ലേലൂയ. മിദ്യാനെ കുറിച്ചും അവരുടെ ഭരണകാര്യങ്ങളെ കുറിച്ചും ആ ഗോത്രങ്ങളെ കുറിച്ചൊക്കെ മോശ പഠിച്ചു. അല്ലെങ്കിൽ പിൽക്കാലത്ത് ഇസ്രായേലിന്റെ മരുഭൂമിയിൽ കൂടി നടത്തുന്നതിന് അതിനു വേണ്ട അറിവുകളും കഴിവും ജ്ഞാനവും യഹോവയായി ദൈവം മോശയെ പഠിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നമ്മൾ ഈ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കും പഠിക്കുകയും നമ്മൾ ദൈവത്തിന് ഒതുങ്ങി കൊടുത്താൽ ദൈവം നമ്മെ വേണ്ടുന്ന അറിവും ജ്ഞാനവും ഒക്കെ നൽകി പഠിപ്പിക്കേണ്ടതെല്ലാം നമ്മെ പഠിപ്പിച്ച് നേരായ പാതയിലൂടെ നല്ലൊരു ലീഡറാക്കി ദൈവം നമ്മെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അതിന് നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കണം. നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടും ബുദ്ധി കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെ തന്റെ ഇടം കൊണ്ടും നമ്മുടെ പാരമ്പര്യം കൊണ്ടും ഒക്കെ നമ്മൾ എന്തെങ്കിലും ആകാൻ ശ്രമിച്ചാൽ അതെല്ലാം താൽക്കാലികമാണ്. ഒരു പെരുവെള്ളം വരുമ്പോൾ അതെല്ലാം ഒഴുകിപ്പോകുന്നേ. പക്ഷെ ദൈവമാണ് നിന്നെ നയിക്കുന്നതെങ്കിൽ അത് നിലനിൽക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്തു? സ്തോത്രം. മോശയ്ക്ക് നല്ല അറിവുണ്ട്. അച്ചടക്കം മാത്രമല്ല, കഷ്ടം സഹിക്കുന്നുള്ള കഴിവ്, അനുസരണം, ദൈവാശ്രയം,
ഇതെല്ലാം മോശ പഠിച്ചു. പ്രൈസ്. മോശയ്ക്ക് നല്ല അച്ചടക്കം ഉണ്ടായിരുന്നു. മാത്രമല്ല കഷ്ടം സഹിക്കുന്നതില് ഹല്ലേലൂയ തന്റെ കഴിവ് അനുസരണം. ഇന്നത്തെ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കും വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക്, ക്രൈസ്തവ സമൂഹത്തിന്, ലോകത്തിലെ ജനത്തിന് അച്ചടക്കം എന്ന് പറയുന്നതില്ല. നമ്മുടെ ഭരണ സംവിധാനങ്ങൾ നോക്കിയിട്ട് ഭരണ സംവിധാനങ്ങൾ അച്ചടക്കമുള്ള നേതാക്കന്മാരുണ്ടോ? എന്താണ് നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി, ഭാരതത്തിന്റെ സ്ഥിതി, ലോകരാജ്യങ്ങളിൽ അച്ചടക്കമില്ലാത്ത ഭരണ സംവിധാനങ്ങൾ? എന്ത് വിടുവായുത്തരം വിളിച്ചു പറയുന്നവർ, എന്ത് തോന്നിവാസം വിളിച്ചു പറയുന്നവരായിട്ട് മാറി. അച്ചടക്കം. അവർക്ക് കഷ്ടം അനുഭവിക്കാൻ, അവർക്ക് തിന്നുക, കുട്ടിക്കുക, ആഡംബരക്കാർ ജീവിക്കുക, ഉന്നതമായ പദവിയിൽ എത്താൻ വേണ്ടിയിട്ട് എന്തെല്ലാം അവർ ചെയ്യുന്നത്. അല്ലേലിയ അവർക്ക് അല്ലെങ്കിൽ സ്തോത്രം, അല്ലെങ്കിൽ കഴിവ് കുറവാ, അനുസരണമില്ലാത്തവരാ. അവർ തന്റെ ഇഷ്ടപ്രകാരം ജീവിക്കുന്നത്. അല്ലേലിയ പക്ഷെ മോശ എന്ത് ചെയ്തു? മിസ്രൈമിൽ നിന്നുള്ള ജനത്തെ വിടുവിക്കാൻ വേണ്ടി, നല്ലൊരു ലീഡറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ദൈവം മോശയ്ക്ക് വേണ്ടി എന്തെല്ലാം പദ്ധതി എന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിച്ച കാണാൻ കഴിയും. അപ്പൊ മോശയുടെ ജീവിതത്തിന് 3 കാലഘട്ടം. അല്ലേലിയ ആദ്യത്തെ 40 വർഷം മിസ്രൈമെ രാജകൊട്ടാരത്തിലും, പിന്നീടത്തെ 40 വർഷം ആട്ടിടനായി മിദ്യാനിലും, ഒടുവിലത്തെ 40 വർഷം ഇസ്രായേൽ മക്കളെ നയിച്ചുകൊണ്ട് ശക്തനായ ഒരു ലീഡറായി മരുഭൂമിയിലൂടെ മോശ സാഹചര്യത്തെ നടത്തുക. ഈ 3 കാലഘട്ടം എന്ന് പറഞ്ഞ ദൈവം നമുക്ക് ചില കാലഘട്ടങ്ങൾ, ചില സമയപരിധികൾ തരും. ആ സമയപരിധിക്കനുസരിച്ച് ഞാനും നിങ്ങളും പ്രവർത്തിക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മെ ശക്തമായിട്ട് ഉപയോഗിക്കുള്ളൂ. അല്ലേലിയ എന്റെ ആത്മീയ ജീവിതത്തിന്റെ ആ ആരംഭ കാലഘട്ടങ്ങളിൽ ഞാൻ ദൈവസന്നിധിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കും ചില എടുത്തുചാട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീടാണ് ദൈവത്തിന് ഓരോ ദിവസം പഠിക്കും തോറും ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മൾ ഓരോന്ന് മനസ്സിലാക്കിയെടുത്തു കഴിഞ്ഞപ്പോൾ വേദപുസ്തക ചരിത്രത്തിൽ വിശുദ്ധന്മാരെ ദൈവം നടത്തിയ നടത്തിപ്പുകളെ കുറിച്ചും വഴികളെ കുറിച്ചും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. വേദപുസ്തകത്തിലെ അല്ലെങ്കിൽ ആദ്യ മനുഷ്യനായിരുന്ന ആദമിന്റെ ഹവ്വയുടെ മകനായിരുന്ന ഹാബേലിനെ നടത്തിയതും, തുടർന്ന് നമ്മൾ വരുമ്പോൾ ഹാനോക്കിനെ നടത്തിയതും, നോഹയിലൂടെ, അബ്രഹാമിലൂടെ, ഇസഹാക്കിലൂടെ, യാക്കോബിലൂടെ, യോസേഫിലൂടെ, മോശയിലൂടെ, ഹല്ലേലൂയ, തുടർന്ന് യോശുവയിലൂടെ, ഹല്ലേലൂയ, ന്യായാധിപന്മാരിലൂടെ, ശമൂവേലിലൂടെ ദൈവം തന്റെ വിശുദ്ധന്മാരെ നടത്തിയപ്പോൾ അവർക്കുണ്ടായിരുന്ന അച്ചടക്കവും, അവർക്ക് അനുഭവിച്ച കഷ്ടങ്ങളും, അവർക്കുണ്ടായിരുന്ന കഴിവും അനുസരണമൊക്കെ ഞാനും പഠിച്ചപ്പോഴാണ് ദൈവസന്റെ എന്നെ ഞാനും ഒന്ന് ഒതുക്കി കൊടുക്കുവാൻ, ഒന്ന് താഴ്ത്തി കൊടുക്കാൻ തയ്യാറായത്. അപ്പൊ നിശ്ചയമായിട്ടും വേദപുസ്തക ചരിത്രത്തിൽ വിശുദ്ധന്മാരെ നടത്തിയ വഴികളെ കുറിച്ച് യഥാർത്ഥത്തിൽ നമ്മൾ പഠിച്ചെങ്കിൽ മാത്രമേ ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ, ഒരു ദൈവഭക്ത എന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിൽ അച്ചടക്കം ഉണ്ടാവുള്ളൂ. അല്ലേലിയ അച്ചടക്ക മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ ശുശ്രൂഷയിൽ വിജയിക്കത്തുള്ളൂ. അല്ലേലിയ അല്ലെങ്കിൽ കഷ്ടം സഹിക്കാൻ കഴിവുണ്ടെങ്കിൽ മാത്രമേ വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റത്തുള്ളൂ. മാത്രമല്ല നമുക്ക് ആത്മീയമായ കഴിവാണ് ആവശ്യം. എല്ലാത്തിനേക്കാൾ ഉപരിയായി ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ് അല്ലേലിയ രക്തജയം. ഇന്നത്തെ കാലഘട്ടത്തിൽ പണമുണ്ടാക്കലല്ല സുവിശേഷ വേല എന്ന് പറയുന്നത്, ആത്മാക്കളെ നേടുകയല്ല. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ ശുശ്രൂഷയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ കണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷ ഉണ്ടല്ലേ, ഞാൻ എന്നെ വിമർശിക്കുന്നില്ല, എങ്ങനെ ഞാൻ പറയട്ടെ. ഒരു സഹോദരൻ ഭയങ്കര ശുശ്രൂഷയാണ്, അദ്ദേഹം പേഴ്സ് വരെ എടുത്തുകൊണ്ട് തരാനാ പറയുന്നത്. നിങ്ങളുടെ എല്ലാം കയ്യിലെ പേഴ്സിങ്, അതൊക്കെ വേദപുസ്തക അടിസ്ഥാനമാണോ? വേദപുസ്തകമുണ്ട്, നിങ്ങളുടെ എല്ലാം പേഴ്സിന് സ്വോത്ര കാഴ്ച വേണ്ട, നിങ്ങളുടെ എല്ലാം പേഴ്സ് കൊണ്ട് നിങ്ങൾ തന്നാൽ മതി, നിങ്ങൾ ഞാൻ അങ്ങോട്ട് എങ്ങനെ പോയാലും എനിക്ക് വിഷയമില്ല, അത് പേഴ്സുണ്ടെങ്കിലും കുഴപ്പമില്ല, തുണി ഇരിഞ്ഞു കളഞ്ഞു പോയാലും കുഴപ്പം. അങ്ങനെയൊന്നും അല്ല പ്രിയ ശുശ്രൂഷ. എന്തെങ്കിലും ഞാനിത് പറഞ്ഞു കേട്ടിട്ട് ആ സഹോദരനെ എന്നെ വിമർശിക്കാൻ വന്നാൽ അദ്ദേഹം അത്ര വിമർശനം നേരിട്ട് വരണം. അല്ലേ, നേരിട്ട് വന്നിട്ട് ഞാനുമായിട്ട് വിമർശിക്കാൻ തയ്യാറാകണമെങ്കിൽ നേരിട്ട് സംസാരിക്കും. ഈ ടെലിഫോണിലൂടെയും മാധ്യമങ്ങളിലൂടെ ഞാൻ ഒന്നും ചെയ്യാൻ തയ്യാറല്ല. അതൊക്കെ പിന്നെ വാരിക്കൊരു വലിച്ചു കെട്ടിക്ക് ഒരുപാട് നീളം കൂട്ടി നീളം കുറച്ചു ഒക്കെ ചെയ്യും. അതുകൊണ്ട് നമ്മൾ സത്യസന്ധമായ രീതി, മോശ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം മരുഭൂമിയിലൂടെ 40 വർഷം പഠിപ്പിച്ച് 40 വർഷം ഈ സാഹചര്യത്തിന്റെ ഇടയനായി ലീഡറായി മോശ ഉപയോഗിച്ചപ്പോൾ ഇന്നത്തെ ദൈവദാസന്മാർ ചെയ്യുന്ന ശുശ്രൂഷ വല്ലതാണോ മോശ ചെയ്തത്? മോശ ഇന്നത്തെ ഏതെങ്കിലും രീതി ആവർത്തിച്ചിട്ടുണ്ടോ? മോശ പുതിയ നിയമത്തിലേക്ക് അപ്പോസ്തലന്മാരെ ദൈവം നടത്തിയപ്പോൾ ഇന്നത്തെ ശുശ്രൂഷകർ ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തോ? പത്രോസും യാക്കോബും സുന്ദരരുന്ന ഗോപുര ദേവാലയത്തെങ്കിലും ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭമത മുടന്തനായി അവനെ 40 വയസ്സുണ്ടായിരുന്ന അടുത്ത അധ്യായം വായിക്കും കാണുന്ന 4ലേക്ക് വരുമ്പോൾ
ആ 40 വയസ്സുള്ള മനുഷ്യനെ ആമേൻ സൗഖ്യമാക്കുന്ന സമയത്ത് ആ മുടന്തൻ പത്രോസ് യോഹനെ നോക്കുക, സൂക്ഷിച്ചു നോക്കി. അപ്പൊ അവർക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഞങ്ങളുടെ ഈ വെള്ളിയും പൊന്നൊന്നുമില്ല, ഞങ്ങളെ നോക്ക്, ഞങ്ങൾക്കുള്ളത് യേശുവിന്റെ നാമമാണ്. അല്ലേ? പക്ഷെ ഇപ്പോഴത്തെ ദൈവദാസന്മാരെന്താ പറയുന്നത്? ഞങ്ങളെ നോക്കുകയല്ല, നിങ്ങളുടെ പേഴ്സല്ലേ ഇങ്ങോട്ട് കൊണ്ടുവരാനാ പറയുന്നത്. ഇത്രമാത്രം അത്തപ്പതിച്ചു പോയല്ലോ ശുശ്രൂഷകന്മാരെന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആ മോശയിലേക്ക് മടങ്ങി വരണം, കാനോക്കിലേക്ക് മടങ്ങി വരണം. അവർക്ക് ദൈവത്തോട് കൂടെ വന്ന അച്ചടക്കവും കഷ്ടവും സഹിച്ച് അനുസരണവും അവർക്ക് ആത്മീയ കഴിവിലും ശുശ്രൂഷ ചെയ്ത് നന്നായി തങ്ങളുടെ കരത്തിന് കീഴുണ്ടായിരുന്ന തങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച ആട്ടുകളെ നടത്തിയവരവര്. ലേലിയ നമ്മൾ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. സുവിശേഷത്തിന് ഞാനും നിങ്ങളും ആമന് അപമാനമായി മാറരുത്. സുവിശേഷത്തിന് ഞാനും നിങ്ങൾ അപമാനമായി മാറരുത്. ഇന്നത്തെ സഭയുടെ ചരിത്രം പഠിച്ചു. സഭയെല്ലാം ഭയങ്കര പരാജയത്തിലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് ഇട്ടിരുന്നു. സഭ എന്താണ്? സഭ ക്രിസ്തുവിന്റെ ശരീരമാണ്. ക്രിസ്തുവിന്റെ ശരീരം 4 ചുവരുകെട്ടിനകത്ത് കൂടി വന്ന് നമ്മൾ ഒന്നിച്ചിരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക അതായിരിക്കും സഭ. അതല്ല സഭ. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഒന്നിച്ചു കൂടുമ്പോൾ വീണ്ടെടുക്കപ്പെട്ട ഓരോ ദൈവമക്കളും ദൈവത്തിന്റെ സഭയെ അവന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. സഭ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. സഭ തീവ്രവാദത്തിന് വേണ്ടി, ഭീകരവാദത്തിന്, വർഗീയതയ്ക്ക് വേണ്ടി, രക്തച്ചൊരിച്ചിന് വേണ്ടിയിട്ടല്ല സഭ ഉപയോഗിക്കേണ്ടത്. അല്ലേ? സഭ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. മോശയിലൂടെ ദൈവം പ്രവർത്തിച്ചതുപോലെ മോശയ്ക്ക് ശേഷം ഇസ്രായേൽ മക്കളെ വാഗ്ദത്ത കനാനിലേക്ക് ദൈവം നടത്തുവാൻ യോശുവയെ ദൈവം നടത്തിയതുപോലെ നമ്മൾ ദൈവത്തിന് കീഴ്പ്പെട്ട് കൊടുക്കണം. അപ്പം വിശുദ്ധന്മാരുടെ ചരിത്രം നാം പഠിച്ചു കഴിയുമ്പോൾ അവരെ ദൈവം വഴി നടത്തിയത് എങ്ങനെയെന്നൊക്കെയുള്ള വേദപുസ്തകം മനസ്സിലാക്കാൻ കഴിയും. അല്ലേലൂയ. മോശ ഒരു യുവാവായിരുന്നപ്പോൾ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് അറിയപ്പെട്ടിട്ടും മോശ മിസ്രയീമ്യരുടെ സകല ജ്ഞാനവും അഭ്യസിച്ചു വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി മാറിയിട്ടും തന്റെ സഹോദരന്മാരെ കുറിച്ച് മോശയ്ക്ക് വളരെ എരിവുണ്ടായിരുന്നു. ഫറവോ മിസ്രയീമിലെ സകല ജ്ഞാനവും സകല അഭ്യാസവും പഠിച്ചെങ്കിലും മോശയ്ക്ക് മിസ്രയീമിൽ വെച്ച് പാല് കൊടുത്തു വളർത്തിയത് മോശയുടെ അമ്മ തന്നെയാണ്. അതുകൊണ്ട് തന്നെ മിസ്രയീമി കൊട്ടാരത്തിൽ വളരുമ്പോൾ തന്നെ മോശയ്ക്ക് ഒരു എബ്രായന്റെ ജ്ഞാനത്തിന്റെ അമ്മയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് താൻ സഹോദരന്മാരെ തനിക്ക് തിരിച്ചറിയുവാൻ കഴിയുമായിരുന്നു. ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കുമ്പോഴും രാജകുമാരൻ അറിയപ്പെടുമ്പോഴും രാജകൊട്ടാരത്തിൽ ജീവിക്കുന്ന പറയുമ്പോൾ തന്നെ താൻ പാർക്കുന്ന രാജകൊട്ടാരത്തിനകത്ത് തന്റെ സഹോദരന്മാർ എബ്രായർ അടിമകളായിരിക്കുന്നത് കാണുവാനുള്ള കണ്ണ് മോശയ്ക്കുണ്ടായിരുന്നു. ഇന്നത്തെ ഏതെങ്കിലും സമൂഹത്തിന് വേർപെട്ട കൂട്ടങ്ങൾക്ക് അതുണ്ടോ? ഇന്നത്തെ വേർപെട്ട കൂട്ടങ്ങൾ തമ്മിൽ തൊഴുത്തിൽ കുത്തല്ലേ, മലർന്ന് കിടന്ന് തുപ്പുന്ന അനുഭവമല്ലേ, പരസ്പരം യോജിപ്പുണ്ടോ? എല്ലാം പ്രശ്നങ്ങളല്ലേ. നമ്മൾ പേര് മടങ്ങി വരണം പഴയ അനുഭവത്തിലേക്ക്. നിങ്ങൾക്ക് ഞാനിതൊക്കെ പറയും, എന്തുകൊണ്ട് എന്നെ പറയാം, കാരണം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒന്നും എന്നെ കാറ്റ് വന്ന് അതായിട്ട് വഴിയിക്കും, എവിടുന്ന് വന്ന് എങ്ങോട്ട് പോയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ചിന്തിക്കാറുള്ളൂ. പ്രൈസ്. അപ്പൊ ഇവിടെ നമ്മൾ ദൈവത്തിന് എന്നാൽ മോശ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനെ വെറുത്തു. മോശ ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനെ വെറുത്തു. തന്റെ ജനങ്ങളായ ഇസ്രായേലിനെ എങ്ങനെയെങ്കിലും മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടിവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ആരെയും വലിയ ദൈവദാസനെ എന്ന് വിളിച്ചാൽ അവർക്ക് ഇഷ്ടമില്ല. ദൈവദാസി എന്ന് വിളിച്ചാൽ ഇഷ്ടമില്ല. ഒരു സഭയിൽ, എറണാകുളത്തൊരു സഭയില് അല്ലേലൂയ, ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാ ആ സഭയിലെ. അവരെ കർത്താവിന്റെ ദാസി എന്ന് വിളിച്ചതിന്റെ പേരിൽ അവിടുത്തെ പാസ്റ്റർ സ്ഥലം മാറ്റിയത് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്ത പാസ്റ്റർ കർത്താവിന്റെ ദാസി എന്ന് വിളിച്ചതാണ്. പക്ഷെ ആ പാസ്റ്റർ സ്ഥലം മാറ്റം കിട്ടിയെന്നുള്ളതാണ്. അല്ലേലൂയ. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവസഭയുടെ ഭാഗമായി കഴിഞ്ഞാൽ അല്ലേലൂയ, നമ്മളെ ദാസനെന്നോ ദാസിയെന്നോ ഒന്ന് വിളിച്ചാൽ നമ്മളതിനകത്ത് പിറുപിറുക്കരുത്. നമ്മളത് കോപം കാണരുത്. അതിനകത്ത് ദൈവത്തിന്റെ ദാസൻ എന്ന് വിളിക്കുന്നത് എത്ര അഭിമാനമല്ലേ. ഞാൻ എന്റെ ജീവിതത്തിൽ പഠിച്ചത് ദൈവത്തിന്റെ ദാസൻ എന്നൊക്കെ വിളിക്കുമ്പോൾ എന്ത് അഭിമാനമാണ്. എന്നെ ഒരുപാട് പേര് അങ്ങനെ വിളിക്കുന്നത് എന്താ ദൈവത്തിന്റെ ദാസനെ. എന്റെ വൈഫ് ജീവനോട് അവളെ വിളിക്കുന്നത് എന്താ ദൈവത്തിന്റെ ദാസി. ഞങ്ങൾക്കത് ഭയങ്കര അഭിമാനം. കാരണം ഞങ്ങൾക്ക് ദൈവത്തിന്റെ ദാസിയായി ജീവിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ അഭിമാനമുള്ളവരാ. അതുകൊണ്ട് ആ പേരിന് ഞങ്ങൾ യോഗ്യരുവാ. അല്ലേ? ദാസി. ഇന്നത്തെ ആൾക്കാരെ റവറൻ ഡോക്ടറൊക്കെ കൂട്ടി അവരെ നമ്മൾ എന്തെല്ലാം വിളിച്ചാൽ അതൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ലളിയ അങ്ങനെയല്ല. മോശയെ പോലെ താഴ്മ,
മോശ എന്ന മനുഷ്യന് ഭൂതലത്തിലുള്ള സകല മനുഷ്യൻ അതിസൗമ്യനായിരുന്നെന്നാണ് സംഖ്യാപുസ്തകം 12 വായിക്കുന്നത്. മോശയെ ദൈവം ഇത്രമാത്രം ഒരു സൗമ്യതയുള്ളവനാക്കി മാറ്റി ലോകം ഉള്ളിടത്തോളം കാലം. അല്ലാതെ ഇനി പുതിയ നിയമസഭ എടുക്കപ്പെടുന്നിടം വരെ കേട്ടോ, കർത്താവിന്റെ വരെ ഈ മോശയെക്കുറിച്ച് ഇങ്ങനെ വേദപുസ്തകം പറയണമെങ്കിൽ ഇത് നമുക്കൊരു ഗുണപാഠമല്ലേ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ശുശ്രൂഷകന്മാരോട്, വീണ്ടെടുക്കപ്പെട്ട ദൈവന്റെ ക്രൈസ്തവ വിശ്വാസിയോട് പറയട്ടെ, നിന്റെ അധികാരത്തിന്റെ ചെങ്കോലും അധികാരത്തിന്റെ പവറും ഒക്കെ നീ മാറ്റിവെച്ചിട്ട് നീ ജനങ്ങളെ സേവിക്കണം. ജനങ്ങളെ സേവിക്കുന്നത് എങ്ങനെയാണ് ജനങ്ങളെ നടത്തേണ്ടതെന്ന് നന്നായിട്ട് ബോധ്യപ്പെടണം. ഹല്ലേലൂയ. അപ്പൊ മോശ എന്ത് ചെയ്തു? ഹല്ലേലൂയ, സ്തോത്രം. മിസ്രയീമിന്റെ എല്ലാ ഹല്ലേലൂയ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും എല്ലാം ഉപേക്ഷിച്ച് ഒരു എബ്രായനെ പോലെ മോശയായിത്തീരുക. പ്രൈസ് ദി ലോർഡ്. താഴ്മ ധരിക്കുക, രക്തം ചെയ്യുക. ആ കാലത്ത് മോശ മുതിർന്നപ്പോൾ എന്നുള്ളതാണ് പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം വായിച്ച കാണാൻ കഴിയും. 11-12. ആ കാലത്ത് മോശ മുതിർന്ന ശേഷം അവൻ തന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് അവരുടെ ഭാരമുള്ള വേല നോക്കി, ഹല്ലേലൂയ, ഭാരമുള്ള വേല നോക്കി തന്റെ സഹോദരന്മാരിൽ ഒരു എബ്രായനെ ഒരു മിസ്രയീമിനെ അടിക്കുന്നത് കണ്ടു. ഹല്ലേലൂയ. കാരണം മോശയ്ക്ക് ഏകദേശം പ്രായമായപ്പോൾ മോശയുടെ ഉള്ളിൽ ചിന്ത, ഞാൻ രാജകുമാരനാണെങ്കിലും ഇസ്ലാമിക കൊട്ടാരത്തിലാണെങ്കിൽ എന്റെ സഹോദരങ്ങളാണ് ഇവിടെ കിടന്ന് അടിമപ്പണി ചെയ്യുന്നത്, ഈ മണ്ണ് കുഴയ്ക്കുന്നത്, ഇഷ്ടം ചൂടുന്നത്. അതിനെക്കുറിച്ച് മോശയുടെ ഉള്ളിൽ വലിയ ഭാരമുണ്ടായിരുന്നു. ഇന്നത്തെ ദൈവദാസന്മാരോട്, ഇന്നത്തെ വീണ്ടെടുക്കപ്പെട്ടവരുടെ ചോദിക്കട്ടെ, താങ്കളുടെ കൂടെ നിൽക്കുന്ന ആമീൻ സഹപ്രവർത്തകരെ കുറിച്ച് മോശയ്ക്കുണ്ടായിരുന്ന കരുതൽ പോലെ നിങ്ങൾക്കുണ്ടോ സഹോദരന്മാരെ? ഹല്ലേലൂയ. നമ്മൾ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കർത്താവിലേക്ക് വരണം. നമ്മൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നമ്മളങ്ങ് തികഞ്ഞു എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, പലരും അങ്ങനെയാ. പക്ഷേ രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം, എന്നും രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. താഴ്മ ധരിച്ചുകൊണ്ടിരിക്കണം. താഴ്മ എന്ന് പറഞ്ഞ് ജീവിതത്തിന്റെ അനുഭവമാക്കി മാറ്റണം. ഹല്ലേലൂയ. താഴ്മ എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അനുഭവമാക്കണം. അച്ചടക്കം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അനുഭവമാക്കണം. കഷ്ടം എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അനുഭവമാക്കണം. നമ്മുടെ കഴിവ്, ആത്മീയ കഴിവ് ജീവിതത്തിന്റെ അനുഭവം, അത് അനുഭവമായിരിക്കണം. അത് മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രകടമാക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, അത് അവർക്ക് പ്രയോജനപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ മോശയുടെ ഹൃദയത്തിൽ ഒരു ആവേശവും അല്ലെങ്കിൽ അവനൊരു വെളിപ്പാടും ഉണ്ടായിരുന്നു. മോശയുടെ ഹൃദയത്തിൽ ഒരു ആവേശം. മിസ്രയീമി കൊട്ടാരത്തിൽ രാജകീയ ഭോജനം, രാജകീയ ഭക്ഷണം കഴിച്ച് രാജകീയ പ്രൗഢിയോടെ രാജകൊട്ടാരത്തിൽ, രാജസിംഹാസനത്തിലും രാജകീയ മെത്തിയിലും ഒക്കെ ജീവിക്കുന്ന സമയത്തും താങ്കളുടെ രാജ്യത്തിൽ മിസ്രയീമിൽ രാപകലില്ലാതെ മണ്ണ് കുഴച്ച് ഇഷ്ടകം ചൂടുന്ന അടിമത്വം അനുഭവിക്കുന്ന ഇസ്രായേൽ ജനത്തെ കുറിച്ച്, തന്റെ സഹോദരന്മാരെ കുറിച്ച് മോശയ്ക്ക് തന്റെ ഉള്ളിൽ വലിയൊരു ആവേശം ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് വെളിപ്പാടുണ്ടായിരുന്നു. എങ്ങനെയെങ്കിലും എന്റെ സഹോദരന്മാരെ മിസ്രയീമിൽ വിടുവിക്കണം, എന്റെ സഹോദരന്മാരെ മിസ്രയീമിൽ എനിക്ക് പുറത്തു കൊണ്ടുവരണം. അതിനുവേണ്ടി മോശ തന്റെ ഹൃദയത്തിനകത്ത് ആവേശം വെളിപ്പാടും കാത്തു സൂക്ഷിച്ചു. എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്ന ഇന്നത്തെ കാലഘട്ടം ഈ പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടക്കുന്ന, ശാപത്തിൽ വീണ് കിടക്കുന്ന, അന്ധകാരത്തിലും അന്ധവിശ്വാസത്തിലും ദുർമന്ത്രവാദം, ദുർഭൂത ആരാധന, ദുർസഭകളിലൊക്കെ വീണ് കിടക്കുന്ന കൂടി ജനങ്ങൾ ഉണ്ട്. അവരെ വിടിവിക്കുക എന്നുള്ളത് ഒരു ദൈവഭക്തന്റെ കടമയാണ്. അവർക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വേണ്ടി ഉപവസിക്കുവാൻ, അവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുവാൻ, അവരെക്കുറിച്ച് നല്ലൊരു ആവേശം, അവരെക്കുറിച്ച് നല്ല ഒരു വെളിപ്പാട് നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞാൽ കഴിഞ്ഞ പഴയ കാലഘട്ടങ്ങളിലേക്ക്, ഈ വില്യങ്കേറിയുടെ ആ കാലഘട്ടത്തിലേക്ക് ഇന്ത്യ എത്തി. അന്ധവിശ്വാസങ്ങൾ പെരുകി. നിങ്ങളുടെ നഗ്നപൂച്ചകൾ, നഗ്നസ്വാമികൾ അവരിറങ്ങി അല്ലെങ്കിൽ റോഡിൽ കൂടെ വിലസാൻ തുടങ്ങി. ഉടുതുണി ധരിക്കാത്ത നഗ്നരായിരിക്കുന്ന ആളുകൾ ഇന്ന് ഓരോ മതത്തിന്റെ പേരിൽ ഇറങ്ങിക്കഴിഞ്ഞു. അല്ലേ? പണ്ടത്തെ പോലെ അന്ധവിശ്വാസങ്ങൾ നിറയപ്പെട്ട് ഇതൊക്കെ കാണുമ്പോൾ എന്നെ കേൾക്കുന്ന സ്നേഹിത, പണ്ടത്തെ പോലെ അടിമത്തം, സനാതന ധർമ്മം എന്നൊക്കെ പറഞ്ഞ് പലതും ഉണ്ടാക്കി മനുഷ്യനെ പീഡിപ്പിക്കുന്ന, മനുഷ്യനെ വേദനിപ്പിക്കുന്ന പഴയ അടിമത്തത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മുടെ ഭാരതം ലോക രാജ്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് മോശയെപ്പോലെ ആവേശം ഉണ്ടാകണം. മോശയെപ്പോലെ നമുക്കൊരു വെളിപ്പാടുണ്ടായിരിക്കണം. എന്തിന്?
കഷ്ട സഹിക്കുന്ന, നൊമ്പരപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന ജനത്തെ എങ്ങനെയെങ്കിലും ഈ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് ഹൃദയത്തിൽ ഒരു ദൈവികമായ ഒരു വെളിപ്പാടുണ്ടായിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രശ്നം, നാം ദൈവത്തിന് മോശയുടെ ഹൃദയത്തിൽ ആവശ്യം വെളിപ്പാടുമുണ്ടായിരുന്നു. എന്നാൽ അതിനെ യോഗ്യമാകും വണ്ണം പ്രാവർത്തികമാക്കാതെ അവസരപ്പെട്ട്, അല്ലെങ്കിൽ തന്റെ ന്യായശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, തന്റെ സ്വയശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട്, തന്റെ കഴിവിൽ ആശ്രയിച്ചുകൊണ്ട്, തനിക്കുണ്ടായിരുന്ന അറിവിലൊക്കെ ആശ്രയിച്ച് മോശ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചെങ്കിലും അത് പരാജയപ്പെട്ടു പോയി. നമുക്കുറിച്ച് ന്യായവും സ്വയം കഴിവും ഒക്കെയുണ്ട്, അതിലൊന്നും നമ്മൾ പ്രയോഗിക്കരുത്. പക്ഷെ മോശ ദൈവം പഠിപ്പിച്ചപ്പോൾ മോശ എല്ലാത്തിനും കൃതാർത്ഥനായി മാറി. ഹല്ലേലൂയ. അത് നമ്മളല്ലയോ മോശ താൻ യോഗ്യമാകുമ്പോൾ പ്രാവർത്തികമാക്കാതെ അവസരത്തിന് തന്റെ സ്വയശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ഇസ്രായേലിനെ വിടിവിക്കുവാൻ ഒരുപ്പെട്ടു. ഹല്ലേലൂയ. അത് പരാജയമായി മാറി. നമ്മളെ സ്വന്തം ശക്തി കൊണ്ടോ കഴിവുകൊണ്ടോ നമുക്ക് ഒന്നും നേടുക കഴിയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കാലാകാലങ്ങളായി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനകളും ദുഃഖങ്ങളും കണ്ണീരും പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടക്കുമ്പോൾ അതിൽ നിനക്ക് മോചിക്കപ്പെടും. നിന്റെ സ്വന്തം കഴിവുകൊണ്ടോ ബുദ്ധി കൊണ്ടോ പറ്റില്ല. ഹല്ലേലൂയ. നീ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം. പ്രൈസ്. ജീവിതം എന്ന് പറയുന്നത് താൽക്കാലികമാണ്. ആ ജീവിതം ദൈവത്തിൽ ആശ്രയിക്കണം. പ്രൈസ്. കഴിഞ്ഞ ദിവസം നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്ത കേട്ടില്ലേ? ബാംഗ്ലൂരിൽ നടന്നത്. 4-5 പിള്ളേര് അർദ്ധരാത്രി പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാനൊക്കെ വരുമ്പോൾ മാതാപിതാക്കൾ വീട്ടിൽ സുഖമായിട്ട് കിടന്നു. അവരറിയാതെ വെളുപ്പാങ്കാലത്ത് അവരുടെ വീട്ടിലുണ്ടായിരുന്ന രസീവ് കാറെടുത്ത് യാത്ര ചെയ്ത് കാറിന്റെ നിയന്ത്രണം പെട്ട 6 പേര് ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. ബാംഗ്ലൂർ പട്ടണത്തിൽ വളരെ ദുഃഖം. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? എന്താണ് ഇങ്ങനെയൊക്കെ വരാൻ? നമ്മുടെ തലമുറ എന്താണ് ഇങ്ങനെ സംഭവിച്ചുകൂടിയത്? എന്താണ് നമ്മുടെ തലമുറയ്ക്ക് സംഭവിച്ചത്? എന്താണ് നമ്മുടെ ജനത്തിന് സംഭവിച്ചത്? എന്താണ് നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നത്? എന്നെ കേൾക്കുന്ന പ്രശ്നം, ദൈവത്തെ മറന്നുപോയി. ദൈവം ആരെന്ന് മറന്നുപോയി. അതുകൊണ്ട് നമ്മളെ സങ്കീർത്തനം 50:20 ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളി, ഞാൻ നിങ്ങളെ കീറിക്കളയും വിടുവിക്കുവാൻ ആരും ഉണ്ടാകുകയില്ല. ലോക ചരിത്രം നാം പഠിക്കുമ്പോൾ ആദാം ഈ വർഗത്തിൽ സംഭവിച്ച പാപത്തിന്റെ കരിനിഴലിൽ ഇന്നും സകല മാനവരാശിയിലും പടർന്നുകൊണ്ടിരിക്കുന്നത് തീ പോലെ ആളിക്കത്തുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരണം, മോചിക്കപ്പെടണം. അതിന് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൽ ആശ്രയിക്കണം. നമ്മുടെ സ്വയശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും പ്രമാണം കൊണ്ടും നമുക്കൊന്നും നേടുവാൻ കഴിയില്ല. നമ്മുടെ മതം കൊണ്ടോ മതസിദ്ധാന്തം കൊണ്ടോ രാഷ്ട്രീയം കൊണ്ടോ രാഷ്ട്രീയക്കാരുടെ ചിന്താഗതികൾ കൊണ്ടോ ഒന്നും നേടുവാൻ കഴിയില്ല. രാഷ്ട്രീയക്കാരെ തമ്മിലടിച്ച് കസേരയായിട്ട് നടക്കുക മതങ്ങളും. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തെങ്കിലേക്ക് വരണം. ഇപ്പൊ മോശയുടെ സ്വന്തം വഴികൾ എന്ത് ചെയ്തു? പരാജയപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ സദൃശവാക്യമൊക്കെ വായിക്കാൻ കണ്ട സദൃശവാക്യം 14-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യമായി, ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നും, അതിന്റെ അവസാനവും മരണവഴികളെ. പലപ്പോഴും രാത്രി ഉറങ്ങിക്കിടക്കും നമുക്കൊന്നും തോന്നും. രാത്രി എഴുന്നേൽ മാതാപിതാക്കൾ ഉറക്കമല്ലേ, സഹോദരൻ ഉറക്കമല്ലേ, നമ്മൾ അവരറിയാതെ വീട് വിട്ടിറങ്ങി നമ്മൾ പോവും. അല്ലറിയ വഴി ചൊവ്വായി തോന്നും, ആ വഴിയെ നമ്മൾ യാത്ര, പക്ഷെ അതിന്റെ അവസാനം മരണവഴികളാണ്. ഞാൻ മുമ്പ് ആവർത്തിച്ച് കൂട്ടി നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കി നോക്കിയായിട്ട് നമ്മൾ ദൈവത്തിന്റെ വഴിയിൽ മാത്രമേ യാത്ര ചെയ്യാവുള്ളൂ. ദൈവ വഴി വിട്ട് പോകരുത്. ശ്രോതാവ്, എന്നെ കേൾക്കുന്ന യുവതിയുവാക്കന്മാർ പറയട്ടെ, ഇന്നത്തെ നമുക്കറിയാം LKG, UKG, പ്രൈമറി, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, കോളേജ് വിഭാഗങ്ങൾ, വിവിധ അക്കാഡമികൾ പരിശോധിച്ച് കഴിച്ചാൽ തലമുറയെ നശിപ്പിക്കുന്ന പാപത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന മദ്യരൂപികളും മയക്കുമരുന്ന് രൂപികളും പെരുകി. ഹല്ലേലൂയ. ഇതിലൊന്നും കണ്ട് നീ വീണ് പോകരുത്. നമ്മളെ നടത്തിക്കൊണ്ടുവന്ന ഒരു ദൈവമുണ്ട്. നമുക്ക് ആലോചന പറഞ്ഞൊരു ദൈവമുണ്ട്. നമ്മൾ ദൈവ വഴിയെ മാത്രമേ യാത്ര ചെയ്യാവൂ. നമുക്ക് നല്ലതെന്ന് തോന്നിയ വഴിയെ നമ്മൾ പോയാൽ അത് അവസാനം മരണവഴിയായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ചൊവ്വായി തോന്നുന്ന വഴികളെ കുറിച്ചാണ് വായിച്ചത്. പല വഴികളും മരണവഴികളാണ്. നല്ല വഴികളായി നമുക്ക് പലപ്പോഴും തോന്നാം, പക്ഷെ അത് ചെന്നെത്തിക്കുന്ന മരണത്തിന്റെ വഴിയിലായിരിക്കും. ഹല്ലേലൂയ. രക്ഷ പ്രാപിപ്പാൻ കഴിയാത്ത സ്ഥിതിയിൽ കഴിഞ്ഞേ അവർ സത്യം ഗ്രഹിക്കുകയുള്ളൂ, പക്ഷെ പിന്നെ ഫലമുണ്ടാകത്തില്ല. മരണവും ജീവനും എന്ന ആ സദൃശവാക്യത്തിലെ പ്രധാന വിഷയമാണിത്. ഹല്ലേലൂയ. നമുക്ക് നല്ല വഴിയായിട്ട് തോന്നും. എന്റെ ജീവിതത്തിന്റെ 25 വർഷം, എന്റെ 36-ാമത്തെ വയസ്സിൽ യേശുവിനെ അറിയുന്നത്.
ചെറുപ്രായം തൊട്ട് ആമേലിയ ലോകപ്രകാരം ജീവിച്ച് ലോകപ്രകാരം നടന്ന് ഞാൻ തിരഞ്ഞെടുക്കുന്ന വഴിയാണ് നല്ല വഴി എന്ന് ചിന്തിച്ച് ഞാൻ പോകുന്ന വഴിയാണ് ചൊവ്വയുള്ള വഴിയെന്ന് ഞാൻ മനസ്സിലാക്കി എന്റെ സ്വയശക്തി ഞാൻ നടന്നു. അവസാനം അതെല്ലാം മരണവഴിയാണെന്ന് എനിക്ക് മനസ്സിലായി. മരണവഴിയിൽ കൊണ്ട് എത്തിച്ചു ലളിയ. അവിടെ നിന്നാണ് സർവശക്തനായ ദൈവം എന്നെ വലങ്കൈ പിടിച്ച് ആ മരണവഴിയിൽ നിന്നെ വേർതിരിച്ച് ചൊവ്വയുള്ള വഴിയിൽ നടത്തിയത്. ഞാൻ ആ വഴിയെ യാത്ര ചെയ്യാൻ തുടങ്ങിയത് അന്ന് തൊട്ടാ, എന്റെ 36-ാമത്തെ വയസ്സ് തൊട്ടാ. അതുകൊണ്ട് എനിക്ക് ഈ മോശയൊക്കെ നടത്തിയതിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ആവേശം തരാം. ഞാനും മോശ എന്ന് പറയുന്ന മനുഷ്യനെ ആ മിസ്രൈമിൽ ദൈവം ഒരുക്കി എടുത്തില്ലായിരുന്നെങ്കിൽ, ആ മിസ്രൈമിൽ ചാടിച്ച് മിദ്യാനെ മരുഭൂമിയിലോട്ട് ഒരുക്കിയില്ലായിരുന്നെങ്കിൽ നമ്മളൊക്കെ സ്ഥിതി ഇന്നും എന്തായേനെ ലേറിയ. പണ്ടത്തെ പോലെ അടിമത്തത്തിൽ കിടക്കേണ്ടി വരത്തില്ലായിരുന്നു. അടിമത്തത്തിൽ അടിമനുഖത്തിൽ കിടന്ന് അടിമകളെ പോലെ അടിമ ചന്തകളിൽ കൊണ്ടുപോയി പണ്ട് അടിമകളെ വിറ്റതുപോലെ നമ്മളെ വിൽക്കേണ്ട ഒരു കാലഘട്ടത്തിൽ ജീവിക്കേണ്ട എനിക്ക് നിങ്ങൾക്ക് അതിൽ മോചനം കിട്ടിയത്. മിസ്രൈമിൽ നിന്ന് അടിമകളായിരിക്കുന്ന ഇസ്രായേലിനെ നടത്തിക്കൊണ്ടുവന്ന മോശയിലൂടെ പിന്നീട് കാലങ്ങൾ മാറി വന്നു കഴിഞ്ഞപ്പോൾ നമുക്കും അടിമത്തത്തിന് മോചനം കിട്ടി. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ദൈവത്തെ അനുസരിക്കണം കേട്ടോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ നിങ്ങൾ ദൈവഭയത്തിൽ വളർത്തണം. ഇന്നത്തെ മാതാപിതാക്കൾക്ക് മക്കളെ ദൈവഭയത്തിൽ വളർത്താൻ സമയമില്ല. മാതാപിതാക്കൾ വലിയ ബോർഡ് എടുത്തുകൊണ്ട് വലിയ ഫോണൊക്കെ എടുത്തുകൊണ്ട് അവർ മാറിയിരുന്ന് മക്കളെക്കാൾ അതിവേഗത്തിൽ ചാറ്റിങ്ങിലാണ്. മാതാവും പിതാവും അടുക്കള പണിയെടുക്കുമ്പോഴും കറിക്കരിയും ചോറ് വെക്കുമ്പോഴും ഇതെല്ലാം തോളിൽ തൂക്കി കഴുത്തിൽ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് അവരുടെ ബ്ലൂടൂത്ത് ഒക്കെ വെച്ച് കേട്ടുകൊണ്ട് യാതൊരു മക്കളെ കുറിച്ച് ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ ജീവിക്കുന്ന അനവധി സഹോദരന്മാർ, സ്വന്തം മക്കളെ കുറിച്ച് ഉത്തരവാദിത്വം ഇല്ലാത്തവർ, വേണമെങ്കിൽ മക്കൾക്ക് മേടിച്ചു കൊടുത്ത് മക്കളെ ഇവരെ മൂലി മാറ്റിയിരുത്തി അവരിഷ്ടം പോലെ തങ്ങൾക്ക് ഇഷ്ടം പോലെ ചാറ്റി അവരുടെ ജീവിതം തകരുമ്പോൾ, എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെയും ദൈവത്തിന്റെ വചനത്തേക്ക് മടങ്ങുക. എന്റെ തലമുറയിൽ നീ നേരെ പഠിപ്പിക്കുക. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന് നമ്മൾ പലപ്പോഴും ചൊവ്വായുള്ള വഴി തിരഞ്ഞെടുക്കുക, അവസാനം മരണവഴിയായിരിക്കും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, മോശ സ്വയശക്തിയിൽ സ്വന്തം കഴിവിനനുസരിച്ച് സ്വന്തം വഴി തിരഞ്ഞെടുത്തെങ്കിലും അവസാനത് മരണവഴിയായി മോശയുടെ മുമ്പിൽ എത്തിയെങ്കിൽ മോശ മിസ്രൈം വിട്ട് ഓടിപ്പോകേണ്ടി വന്നെങ്കിൽ, ഹല്ലേലൂയ, മോശയെ പിന്നീട് ദൈവം ഉപയോഗിച്ചു. പക്ഷെ നമ്മള് ജീവിതത്തിൽ ചില പാഠങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തുമ്പോൾ നമ്മൾ ദൈവത്തിന് വിധേയപ്പെട്ടു കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. നിനക്ക് പണമുണ്ട്, പ്രതാപമുണ്ട്, കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്, പാരമ്പര്യമുണ്ട്, നിനക്കെല്ലാം ഉണ്ട്. പക്ഷെ നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ശ്രോതാവി, നീ പറയും എനിക്ക് ഇഷ്ടം പോലെ പണമുണ്ട്, പ്രൗഢിയുണ്ട്, ജീവിതമുണ്ട്, കുടുംബമുണ്ട്, കുടുംബക്കാരുണ്ട്, ബന്ധമുണ്ട്, സ്വന്തമുണ്ട്, അറിവുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, കഴിവുണ്ട്, ജ്ഞാനമുണ്ട് എന്നൊക്കെ നീ പറഞ്ഞാൽ അതുകൊണ്ടൊന്നും നിനക്ക് ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയില്ല. ദൈവരാജ്യത്തിൽ നീ ചെല്ലണമെങ്കിൽ നീ ദൈവസനെ താഴ്ന്നു കൊടുക്കണം. ദൈവസനെ താഴ്ന്നു കൊടുക്കുന്നെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ നിനക്ക് ചെല്ലാൻ കഴിയുള്ളൂ. നിന്റെ അഹങ്കാരം കൊണ്ട് നിനക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഒരഹങ്കാരിക്കും ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഇവിടെ നമുക്ക് പല വഴികളും നല്ല വഴികളായി തോന്നും, പക്ഷെ അവസാനം എന്താണ്? മരണവഴിയായി മാറും. അതാണ് സദൃശവാക്യം 14:12 പറയുന്നത്. അപ്പൊ ഇവിടെ നമുക്കറിയാം അല്ലെ, പല മരണവഴികളും ജീവിതം എന്ന വാക്കുകൊണ്ട് പുസ്തകം ജീവിതം എന്ന വാക്കുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ കഴിയണം. എന്തുകൊണ്ട് സന്തോഷവും സമാധാനവും പരിജ്ഞാനവും നിറഞ്ഞ ഒരു യഥാർത്ഥ ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സന്തോഷവും സമാധാനവും ദൈവിക പരിജ്ഞാനവും നിറയപ്പെട്ട ഒരു ജീവിതമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ, നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷമുണ്ടോ, സമാധാനമുണ്ടോ? ഹല്ലേലൂയ. സന്തോഷവും സമാധാനം ഹല്ലേലൂയ നിറഞ്ഞതാണ്, പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞതാണ് നിന്റെ ജീവിതം, നിന്റെ കുടുംബം. ഹല്ലേലൂയ. നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് പരിജ്ഞാനത്തോടെ നിങ്ങളുടെ കുടുംബത്തെ വളർത്തണം. നിന്റെ കുടുംബത്തിനകത്ത് സമാധാനം ഉണ്ടാകണം. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിലേക്ക് അങ്ങനെ വന്ന നീ ആത്മീയമായി, ശാരീരികമായി, ഭൗതികമായ നിലയിൽ ദൈവത്താൽ നീ അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട്, ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് മറ്റുള്ളവർ മുമ്പ് ഞാൻ ഭക്തനാണ്, ഭക്തി ഉള്ളവളാണ് നീ പ്രകടമാക്കിയതുകൊണ്ട് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും പരിജ്ഞാനവും ഉണ്ടാകണമെന്നില്ല. അല്ലെങ്കിൽ ഭക്തിയുടെ വേഷം ധരിക്കുന്നുണ്ട്. അങ്ങനെ പലതും അണിഞ്ഞ് നടക്കുന്ന പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഞാൻ പറയട്ടെ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങിവ. കാലമിനി അധികമില്ല. കർത്താവിന്റെ മധ്യാകാശം വരെ വിറ്റുവാസനമായി. നാം എല്ലാം ഇവിടുന്ന് പോകേണ്ടിവരാണ്.
പക്ഷെ നമ്മളെ ഈ ലോകം വിട്ടു പോകുമ്പോൾ നിങ്ങൾ എങ്ങോട്ട് പോകും? നിങ്ങളുടെ മരണാനന്തരം നിങ്ങൾ എവിടേക്ക് പോകും? എവിടെ എത്തും നിങ്ങൾ? എല്ലാരും പറഞ്ഞു ഞങ്ങൾ സ്വർഗത്തിലെത്തുമെന്ന്. സ്വർഗത്തിലെത്തത്തില്ല കേട്ടോ. എല്ലാരും ചിന്ത ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലുള്ള. എന്നോട് ഒത്തിരി പേര് പറയും പ്രാർത്ഥിക്കുമ്പോൾ, ആ ഭർത്താവ് മരിച്ച് സ്വർഗത്തിലുണ്ട്, ഭാര്യ മരിച്ച് സ്വർഗം, മക്കൾ മരിച്ച് സ്വർഗം. എന്റെ സഹോദരങ്ങളെ, അങ്ങനെ മരിക്കുന്നവരെല്ലാം സ്വർഗത്തിലെത്തത്തില്ല. സ്വർഗരാജ്യത്തിലെത്തണമെങ്കിൽ പാപത്തിന്റെ അടിമത്തത്തിന് വിടുവിക്കപ്പെടണം. ഇസ്രായേലും മിസ്രൈമിന്റെ അടിമത്തത്തിന് വിടുവിച്ച 40 വർഷം മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവർ പിറുപിറുപ്പുകാരെല്ലാം മരുഭൂമിയിൽ പെട്ടുപോയി, മരിച്ചുപോയി. അത് ചെറിയൊരു കൂട്ടം മാത്രമാണ് കനാനിലേക്ക് പ്രവേശിക്കുക. നീ ആത്മജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ഓരോ ദിവസം നീ രക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കണം, മാനസാന്തരപ്പെട്ടുകൊണ്ടേ ഇരിക്കണം. അങ്ങനെ നീ കർത്താവിന് വേണ്ടി നിലകൊണ്ട് അവസാനം വിശുദ്ധിയിലും വേർപാടിലും ഉറച്ചു നിൽക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ കഴിയുള്ളൂ. അല്ലാതെ ഇവിടെ മരിക്കുന്നവരെല്ലാം ദൈവരാജ്യത്തിൽ ചെല്ലത്തില്ല. അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റുക. നരകവും സ്വർഗവും അതുകൊണ്ടാണല്ലോ ദൈവം വെച്ചിരിക്കുന്നത്. സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ മെരുതിയ മരണാനന്തരം നീ നരകത്തിലേക്ക് പോകുമോ സ്വർഗത്തേക്ക് പോകുമോ? അല്ലേ? അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്താണ്? ജ്ഞാനത്തെ കുറിച്ച് നല്ലൊരു ഓർമ്മ വേണം. ഇതെല്ലാം മോശയെ ദൈവം പഠിപ്പിച്ചിരുന്നു. അല്ലേ? അതുകൊണ്ട് നാം ദൈവത്തിന് വരും. 40 വയസ്സിൽ മോശ തന്റെ ജനത്തിനു വേണ്ടി ഭക്തിവൈരാഗ്യം പൂണ്ട്. എന്നാൽ ദൈവം അതിലൂടെ മോശ നടത്താതെ ദൈവം മോശയ്ക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ കൊടുക്കാൻ തുടങ്ങി. ദൈവവിളി മോശയ്ക്കുണ്ടായപ്പോൾ അവന് 80 വയസ്സായി. അല്ലേലിയ. അപ്പോൾ ജീവിതത്തിന്റെ അടിത്തട്ടിലേക്ക് അവൻ വന്നിരുന്നു. 80 വയസ്സ്, 40 വർഷം ഫറവോന്റെ കൊട്ടാരത്തിൽ, 40 വർഷം മിദ്യാൻ മരുഭൂമിയിൽ തന്റെ അമ്മായിപ്പനായിരിക്കുന്ന യിത്രോവിന്റെ ആടുകളെ മേയ്ക്കുമ്പോൾ, അല്ലേലിയ, ആ സമയത്ത് മോശയ്ക്ക് 80 വയസ്സായി. അപ്പോൾ ഞാൻ ജീവിതത്തിന്റെ അടിത്തട്ടിലേക്ക് സൗമ്യതയിലേക്ക് മോശയെത്തി. അല്ലേലിയ. ആമേ സ്തോത്രം. അല്ലേലിയ. സ്വന്തമായിട്ട് അല്ലേലിയ ഒരാട് പോലും ഇല്ലാതായി മാറി. മോശയ്ക്ക് സ്വന്തമായിട്ട് ഒറ്റ ആട് പോലും ഇല്ല. മോശ ആടുകളെ മേയ്ക്കുന്നുണ്ട്, പക്ഷെ സ്വന്തമായിട്ട് തനിക്കൊന്നുമില്ല. സ്വന്തമായിട്ട് തനിക്ക് ഒന്നുമില്ലാത്ത നിലയിലെത്തി. ആമൻ തന്റെ അമ്മായിപ്പന്റെ ആടുകളെ മേയ്ക്കുന്ന ഒരു ആട്ടിടയനായി മാറി മോശ. അല്ലേലിയ. എവിടായിരുന്നു? കൊട്ടാരത്തിലായിരുന്നു, പ്രഭുവായിരുന്നു, രാജകുമാരായിരുന്നു. ഇപ്പൊ എന്താ? സ്വന്തമായിട്ട് ആട് പോലും ഇല്ലാത്ത ഒരടിമച്ച വലിയ ദൈവത്തിന് അടിമയായി മാറിയ ഒരാട്ടിടയ ചെറുക്കൻ. ആ ഒരാട്ടിടയ ചെറുക്കനായിരിക്കുന്ന മോശയെ ദൈവം നടത്തിയ വഴികൾ നീ തിരിച്ചറിയണം കേട്ടോ. അല്ലേലിയ. സ്തോത്രം. അല്ലേലിയ. അങ്ങനെ സ്വന്തമായിട്ടൊരു ആട് പോലും ഇല്ലാതെ തന്റെ മാമനായിരിക്കുന്ന യിത്രോയുടെ ആടുകളെയാണ് മോശയ്ക്ക് മേയ്ക്കാൻ കിട്ടിയത്. അല്ലേലിയ. മോശ എന്ന് പറയുമ്പോൾ മോശയുടെ മാമനും കൂടാണ് യിത്രോ. എന്ന് പറഞ്ഞാൽ അബ്രഹാമിന് 125 വയസ്സായപ്പോൾ കെതൂറെ കല്യാണം കഴിച്ച് കെതൂറയിലുണ്ടായവരാണ് മിദ്യാനിയർ എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞാൽ മോശയ്ക്ക് മാമനും കൂടാ. അല്ലേലിയ. സ്വന്തമായിട്ടൊന്നുമില്ലാത്തവനായി തീർന്നു മോശ. ആ മോശയാണ് പിന്നത്തെ ദൈവം ഉപയോഗിച്ചത്. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാപിതാവി, നീ ദൈവസ്ഥൻ ധരിപ്പിച്ചു കൊടുക്ക. നിന്റെ കുടുംബത്തിന് ദൈവം ഒന്ന് പണിയപ്പെടാൻ വേണ്ടി ധരിപ്പിച്ചു കൊടുക്ക. അല്ലേലിയ. അപ്പൊ അയ്യോ, എന്റെ ജീവിതം വൃതമായി പോയല്ലോ, എന്നെ എല്ലാവരും മറന്നുപോയല്ലോ, എന്റെ സഹോദരിമാരും എന്റെ ബന്ധുജനങ്ങളും എല്ലാവരും എന്നെ കൈവിട്ടല്ലോ എന്ന് ചിന്തിച്ച് ദുഃഖിച്ച ദുഃഖത്തിന്റെ കരിനിഴലിൽ വീട് കിടക്കുവാൻ തയ്യാറാകാതെ മോശ കർത്താവിനെ ഒരു സണ്ടം കുട്ടഞ്ഞെഴുന്നേറ്റു. അല്ലേലിയ. മോശെ എന്ന് ദൈവം ഉൾപ്പടപ്പിൽ നിന്ന് വിളിച്ചപ്പോൾ, അല്ലേലിയ, ആ വിളിക്ക് മുമ്പിൽ മോശ സമർപ്പിച്ചു കൊടുത്ത് പിന്നീട് മോശയുടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്നും നമുക്കൊരു മാതൃകയാണ്. അല്ലേലിയ. മോശെ എന്ന് വിളിച്ച് ഒരു വടി മാത്രം കൊണ്ട് ഇസ്രായേൽ ജനങ്ങളെ വിടുവിക്കേണ്ട വഴികളെ യഹോവ അവനെ പഠിപ്പിച്ചു. മോശയുടെ വടി യഹോവയുടെ വടിയായി മാറി. മോശയെ കൊണ്ട് മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട അല്ലേലിയ 6 ലക്ഷം ജനങ്ങളുടെ ഭാര്യമാരും കുട്ടികളും സമിശ്ര പുരുഷന്മാരും അവരവരുടെ കുടുംബങ്ങളും കൂടാതെ എണ്ണത്തിൽപ്പെടുന്ന ലേവ്യരും ആടുമാട് കന്നുകാലികളെ മുഴുവൻ എങ്ങനെ നടത്തണമെന്ന്
മോശയെ പഠിപ്പിച്ചത് യഹോവയായ ദൈവമാണ്. മോശയുടെ കയ്യിലാകെയുള്ളത് ഒറ്റ വടി മാത്രമാണ്. സ്വന്തമായിട്ട് ഒരു ബാങ്ക് ബാലൻസും ഇല്ല, സ്വന്തമായിട്ട് ഒരു ആട് പോലും ഇല്ലാതെ, ഒരു ബാങ്ക് ബാലൻസ് പോലും ഇല്ലാതെ ദൈവം കൊടുത്ത ഒരു വടി കൊണ്ട് മാത്രമേ സാഹചര്യത്തെ നയിപ്പാൻ ശക്തനായ മോശ. അതെ, ഇന്ന് പകലിലേക്ക് കേൾക്കുന്ന മാതാപിതായി, നമ്മൾ ദൈവത്തിലേക്ക് മടങ്ങുക. അല്ലേരിയ, ദൈവത്തിലേക്ക് മടങ്ങി ഒന്നിനെ താഴ്ത്തി കൊടുക്കുന്നെങ്കിൽ ദൈവം നിന്നെ ശക്തമായി മാനിക്കുമെന്നല്ലേരിയ. അപ്പൊ മോശയുടെ വൈദ്യുതി ഇസ്രായേലിന്റെ അമ്മയല്ലേ ദൈവത്തിന്റെ ഒടിയമ്മ. അങ്ങനെ കനാനിലേക്ക് ഇസ്രായേലിനെ നടത്തുവാൻ തുടങ്ങി മോശ. അല്ലേരിയ, നിങ്ങൾ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ദൈവത്തെ കുറിച്ച് ചിന്തിക്കണം. അല്ലേരിയ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഹങ്കരിച്ച് നിഗളിച്ച് കൂത്താടി നടക്കരുത്. ദൈവത്തെ കുറിച്ച് അറിയണം. പഴയ നിയമ വിശുദ്ധന്മാരെ നടത്തിയൊരു ദൈവമുണ്ട്, ആദിമസഭയെ നടത്തിയൊരു ദൈവമുണ്ട്, അപ്പോസ്തലന്മാരെ നടത്തിയൊരു വഴി ദൈവമുണ്ട്. നമ്മുടെ പിതാക്കന്മാർ സത്യത്തിന് വേണ്ടി നിന്നവരുണ്ട്, അവരെ നടത്തിയൊരു വഴിയുണ്ട് ദൈവം. ഇന്നത്തെ കാലഘട്ടത്തിലുള്ളൊരു അല്ല കേട്ടോ. അല്ലേരിയ, അത് നാം ദൈവത്തിലേക്ക് മടങ്ങി വരാം. നിങ്ങൾ പോകേണ്ട ദൂരം ബഹുദൂരമാണ്. നിങ്ങൾക്ക് ഒരു ദൂരയാത്രയുണ്ട്. ഏലിയാവിനോട് യഹോവ പറഞ്ഞ പോലെ, ഏലിയാവ് നീ ചൂരച്ചുടിയുടെ കീഴിൽ കിടന്ന് മരിക്കേണ്ടവരല്ല, ഇസ്രായേലിനെയും ആഹാബ് രാജാവിനെയും കണ്ട് ഭയപ്പെട്ട് നീ പോകേണ്ടവനല്ല. നിനക്ക് ദൂരയാത്രയുണ്ട്, നിനക്ക് ചില ശുശ്രൂഷകളുണ്ട്. എന്നെ കേൾക്കുന്ന മാതാവേ പിതാവി, നിന്റെ ജീവിതം തീർന്നതല്ല, നിനക്ക് ഈ യാത്രയുണ്ട്. നീ പോകേണ്ട ദൂരം ബഹുദൂരമാണ്. ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തും. ഏലിയാവിനെ പ്രയോജനപ്പെടുത്തിയതുപോലെ, മോശയെ പ്രയോജനപ്പെടുത്തിയതുപോലെ ദൈവം നിന്നെ പ്രയോജനപ്പെടുത്തും. പുതിയ പുതിയ ചുമതലകളെ ദൈവം നിങ്ങൾക്ക് തരും. നിങ്ങൾ അതിനുവേണ്ടി ആകാംക്ഷയോടെ കാത്തിരിക്കണം. പുതിയ പുതിയ ചുമതലകളെ ദൈവം തന്ന്, പുതിയ പുതിയ ഉത്തരവാദിത്തം തന്ന്, പുതിയ വെളിപ്പാട് തന്ന്, നിന്റെ ഹൃദയത്തിൽ പുതിയ ആവേശം തന്ന് നിന്നോട് വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വായിച്ച വചനത്തിൽ, നിന്നെ ഞങ്ങൾക്ക് പ്രഭുവും ന്യായാധിപതി ആക്കിയതാർ, മിസ്രയീമിനെ കൊന്നതുപോലെ എന്നെയും കൊല്ലുവാൻ ഭാവിക്കുന്നു എന്ന് മോശയോട് എബ്രായൻ ചോദിച്ചപ്പോൾ അത് കേട്ട് ഭയന്നു പോയ മോശ മിസ്രയീം വിട്ടുകൂടി 40 വർഷം മിദ്യാന് മരുഭൂമിയിലും പിന്നത്തെ 40 വർഷം ഇസ്രായേലിന്റെ ശക്തനായ ലീഡറായി മാറിയെങ്കിൽ മോശയെ ദൈവം പഠിപ്പിക്കുന്ന പകരം ദൈവം നിന്നെ പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കും. നിന്നെ ദൈവം അതുപോലെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കും. നിന്റെ എല്ലാ കഷ്ടങ്ങളും നിന്നെ വിടുവിച്ച് നിന്നെ ഉന്നതമായ നിലയിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ അതിനൊന്ന് ഏൽപ്പിച്ചു കൊടുക്കുന്ന എന്നോടൊപ്പം പ്രാർത്ഥിച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോകരാജ്യം 800 കോടിയിലെത്തി ജനത്തിനായി ശൈശവത്തിലും ബാല്യത്തിലും കൗമാരി യുവനത്തിലും വാർത്തത്തിനാലും ഇവിടുത്തെ യാചകർ ഓർഫനേജോടെ ജുവൽ തടവറയിലായിരിക്കുന്ന വിവിധ ഗോത്രഭാഗങ്ങളെ ദ്വീപവാസികളെ കർത്താവേ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ആദിവാസി ട്രൈബൽ മേഖലയായ സകല ജനത്തെയും, എല്ലാ രാജ്യരാഷ്ട്രത്തിലും എല്ലാ മത നേതാക്കളും രാഷ്ട്ര നേതാക്കന്മാർ സകല ജനത്തെയും അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, ജനം മടങ്ങി വന്ന് മാനസാന്തരപ്പെട്ട് അവരുടെ വഴികളെ കുറിച്ച് ബോധ്യപ്പെട്ട് നേരെയുള്ള വഴിയിൽ ദൈവം നടന്ന വഴിയുടെ യാത്ര ചെയ്ത് ഈ ജനം നിത്യതയിൽ കാണുവാൻ ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരിക്ക് ഈ ലോകത്തിൽ ജനിക വ്യഭിചാര പരസംഗ രാഷ്ട്രീയ തീവ്രവാദ ഭീകരവാദ വർഗീയതയിൽ അകപ്പെട്ട് കിടക്കുന്ന കോടാനുകോടി ജനങ്ങൾ, പാപത്തിന്റെ അടിമത്തത്തിൽ വീണ് കിടക്കുന്ന ഈ ജനത്തിന് മോചനം കൊടുക്കണം കർത്താവേ. ഇവർ വിടുവിക്കപ്പെടട്ടെ. ഇവർ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെയെല്ലാം വിട്ടിട്ട് മാനസാന്തരപ്പെടുവാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുവമ്പോഴുള്ള ക്രൈസ്തവ വിശ്വാസികൾക്കായി, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്കായി, സുവിശേഷം പീഡ അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം ദൈവം സൂക്ഷിക്കണമേ. സകല മഹത്വം എടുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.